റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉപ്പുമാവാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒട്ടിപ്പിടിക്കാത്ത നല്ല റവ ഉപ്പുമാവ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനമൊക്കെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കപ്പലണ്ടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ കപ്പലണ്ടി മാറ്റിയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതും കൂടി കോരി മാറ്റണം. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് ഞാനിവിടെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ റവ നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. റവ മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നെയ്യിലൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. നന്നായി തന്നെ തീ കൂട്ടിയിടരുത്, അതിൻ്റെ കളറൊന്നും മാറരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റവയൊക്കെ നന്നായി തന്നെ മൂത്ത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റവയൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെയാവാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉഴുന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി കൂടി പോകരുത്. ഒരു ചെറിയ പീസ് മതി. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം വന്നാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ പോയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി തീരെ അങ്ങ് വഴഞ്ഞു പോവേണ്ട കാലിൽ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉപ്പുമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നന്നായി തന്നെ റവ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന സമയത്തിന് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചാൽ മതിയാവും. 1 കപ്പ് റവ എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് എല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറേ സമയം എടുക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. റവയല്ലേ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്നട്ടും കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.
അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാത്ത റവ ഉപ്മാവിൻ്റെ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു ഉപ്മാവിൻ്റെ പിക്ചറും ഒന്ന് പ്രസ് ചെയ്താൽ മതി, നേരിട്ട് ആ വീഡിയോയിലേക്ക് എത്താം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. താങ്ക്